നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് സംഖ്യകൾ എങ്ങനെയാണ് സ്വാപ്പ് ചെയ്യുന്നതെന്നാണ് പഠിക്കുന്നത്. ഞാനിപ്പോൾ രണ്ട് വേരിയബിൾ എടുക്കണം. എ അതിന് ഞാൻ 5 എന്നുള്ള വാല്യൂ കൊടുക്കും, ബി എ അതിന് ഞാൻ 6 എന്നുള്ള വാല്യൂ കൊടുക്കും. ഇനി ഇത് രണ്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണം. അതായത് എക്ക് 6 എന്നും ബിക്ക് 5 എന്നുള്ള വാല്യൂ ആണ് വേണ്ടത്. എ ഈക്വൽ ടു ബി, ബി ഈക്വൽ ടു എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടുമെന്ന്. നമുക്കിനി പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് എ, പ്രിൻറ്റ് ബി. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എക്കും ബിക്കും 6 എന്നുള്ള വാല്യൂ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡ് പ്രായോഗികമല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതിനായിട്ട് മറ്റ് പ്രോഗ്രാമുകളിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എയുടെ വാല്യൂ വേറൊരു വേരിയബിൾ, മൂന്നാമതൊരു വേരിയബിൾ കൊടുക്കും. അതിന് ഞാൻ ടെമ്പ് എന്ന് കൊടുക്കണം. ടെമ്പ് അതിൽ എയുടെ വാല്യൂ കൊടുക്കും. എയുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ടെമ്പിലോട്ട് എയുടെ വാല്യൂ കിട്ടുന്നു. ബിക്ക് ഞാൻ ടെമ്പ് എന്ന് കൊടുക്കണം. ഇനി പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ എ ഈക്വൽ 6, ബി ഈക്വൽ 5 എന്ന് കിട്ടി. അതായത് ഇത് രണ്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്തു. ഇവിടെ എന്താണ് സംഭവിച്ചത്? എക്ക് 5ഉം ബിക്ക് 6ഉം ആണ് കിട്ടിയത്. അപ്പോൾ ഈ എയുടെ വാല്യൂ ടെമ്പിലോട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ ടെമ്പിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ വാല്യൂ ആണ്. അപ്പോൾ ടെമ്പിൻ്റെ വാല്യൂ 5 ആണ് കിട്ടുന്നത്. എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 6 ആണ്. അതായത് ബിയുടെ വാല്യൂ എയിലോട്ട് കൊടുത്തു. ഇനി ബിക്ക് എന്ത് വാല്യൂ കൊടുക്കണം? ടെമ്പിൽ ഇപ്പോൾ ഓൾറെഡി 5 എന്നുള്ള വാല്യൂ ആണ് കിടക്കുന്നത്. അത് ബിയിലോട്ട് കൊടുത്താൽ മതി. അതിനായിട്ടാണ് ബി ഈക്വൽ ടു ടെമ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ബിക്ക് ഇപ്പോൾ 5 എന്നുള്ള വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ആ വാല്യൂ ആണ് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇതിന് എക്സ്ട്രാ ഒരു വേരിയബിൾ വേസ്റ്റ് ആവും. അതായത് ടെമ്പ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ വേസ്റ്റ് ആവും. അപ്പോൾ അതില്ലാതെ നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കണക്കിലെ ഇക്വേഷൻസ് ആണ് എ ഈക്വൽ ടു എ പ്ലസ് ബി, ബി ഈക്വൽ ടു എ മൈനസ് ബി, എ ഈക്വൽ ടു എ മൈനസ് ബി. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഖ്യകൾ സ്വാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും 6, 5. ഇവിടെ എന്താണ് സംഭവിച്ചത്? എ ഈക്വൽ ടു എ പ്ലസ് ബി. എക്ക് ഇപ്പോൾ 5ഉം ബിക്ക് 6ഉം ആണ് കിട്ടിയത്. ഇത് രണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 11 എന്നുള്ള വാല്യൂ ആണ് ഇപ്പോൾ എക്ക് കിട്ടുന്നത്. എയിൽ നിന്ന് ബി കുറച്ചു, 11ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ ബിക്ക് 5 എന്നുള്ള വാല്യൂ കിട്ടും. ഇവിടെ ഇപ്പോൾ എയുടെ വാല്യൂ 11 ആണ്. 11ൽ നിന്ന് ഇപ്പോൾ ബിയുടെ വാല്യൂ കുറച്ചു. ബിക്ക് ഇപ്പോൾ 5 എന്നുള്ള വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എയിൽ നിന്ന് ബിയുടെ വാല്യൂ കുറച്ചു. അതായത് എ മൈനസ് 5 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ സ്വാപ്പിംഗ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു പ്രശ്നം, 5 എന്ന് പറഞ്ഞാൽ ബൈനറി നമ്പറിൽ 101 ആണ്. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി നമ്പറിൽ 110 ആണ്. എന്നാൽ 11 എന്ന് പറയുമ്പോൾ 1011 ആണ് 11. അപ്പോൾ ഇവിടെ നാലാമതൊരു ഡിജിറ്റ് ഇവിടെ കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേസ്റ്റ് ആണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എക്സോർ ലോജിക് ഫംഗ്ഷൻ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്യാപ്പാണ് കൊടുക്കുന്നത്. ക്യാപ്പ് എന്നുള്ള വാല്യൂ. അപ്പോൾ ഇവിടെ എക്സോർ എന്നാണ് ഇതിൻ്റെ മീനിങ്. എക്സോർ ക്യാപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സോർ. അപ്പോൾ ഇനി ഈ പ്രോഗ്രാം ഞാൻ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെയിം റിസൾട്ടാണ് കിട്ടുന്നത്. എന്താ 6, 5. ഈ എക്സോർ ലോജിക് ഫംഗ്ഷൻ ഇട്ട് കൊടുത്താൽ ഉണ്ടാകുന്ന മെച്ചം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബിറ്റ് നമുക്ക് ലാഭിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സോർ ഗേറ്റിനെ കുറിച്ചുള്ള വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അത് കണ്ടു നോക്കാവുന്നതാണ്. ഇതല്ലാതെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ സംഖ്യകൾ സ്വാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു മെത്തേഡാണ് എ കോമ ബി ഈക്വൽ ടു ബി കോമ എ. ഈ ഒരു ഒറ്റ സ്റ്റെപ്പിലൂടെ നമുക്ക് സംഖ്യകൾ സ്വാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പൈത്തണിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലൂടെ വളരെ അധികം പ്രോഗ്രാം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് പൈത്തണിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെ 4 രീതിയിലാണ് നമുക്ക് സംഖ്യകളെ സ്വാപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.